നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. മാഷേ താങ്ക് യു, മാഷേ താങ്ക് യു. പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിലായിരിക്കുന്നതുകൊണ്ടും ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് വിജയൻ. ഹായ് ഹായ് മാഷേ, ഹായ് എവരിബഡി. മാഷേ. ഹായ് വിജയ മാഷ. മാഷേ ഹായ് ഹായ് ഹായ്. ഹായ് ഹായ്. നമ്മള് വിശ്വസിക്കേണ്ടി വന്നു, came to believe. ഈ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അതിന് ഒരു പുസ്തകം രൂപത്തിൽ ബിൽ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ആമുഖത്തില് വളരെ വിശദമായിട്ട് എന്താണ് ആത്മീയത എന്നും എന്താണ് വിശ്വാസം എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തു. അത് പിന്നീട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുക കുറെ ആൾക്കാരുടെ അനുഭവങ്ങളാണ്. എങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത് എന്ന് കുറെ ആൾക്കാരുടെ അനുഭവങ്ങളാണ്. പല രാജ്യങ്ങളിലുമുള്ള ആൾക്കാരുടെ അനുഭവങ്ങളാണ്. പല മതത്തിൽപ്പെട്ട ആൾക്കാരും അവര് ഈ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ യഥാർത്ഥ വലിയ ശക്തിയെ കണ്ടെത്തിയത് എങ്ങനെയാണെന്നും അത് കണ്ടെത്തിയത് കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ഗുണങ്ങള് ഒക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള അവരുടെ അനുഭവങ്ങളാണ് പിന്നീടുള്ള വായിച്ചപ്പോഴൊക്കെ കാണാൻ കഴിഞ്ഞത്. അത് നല്ല നല്ല അനുഭവങ്ങളാണ്. അത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു വിഷയമായിട്ട് അവതരിപ്പിക്കാനുള്ള സാധനമല്ല, കാരണം ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. അവരെന്താണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒക്കെ വിശദീകരിച്ച ഈ പ്രോസസ്സ് അതിലൂടെ പോയപ്പോ എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നമ്മളും തരത്തിലുള്ള അനുഭവക്കുറിപ്പ് എഴുതേണ്ട ആൾക്കാരാണ്. ശരിക്കും നമ്മൾ വളരേണ്ടത് ഈ ഒരു എന്താ പറയാ മേഖലയിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോൾ നമ്മളിൽ എല്ലാവരിലും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ തെളിച്ചം ജീവിതത്തിന് വന്നിട്ടുണ്ട്. ആ തെളിച്ചം ശരിക്കും നമ്മൾ എഴുതി വെക്കുക വേണ്ടേ. എന്നിലുണ്ടായിട്ടുള്ള പരിണാമം, എന്നിൽ വന്നിട്ടുള്ള മാറ്റം. ഞാൻ നേരത്തെ ഒരു മദ്യപാന കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന ആത്മീയത എന്താണെന്നോ ദൈവം എന്താണെന്നോ ഒരു വലിയ ശക്തി എന്താണെന്നോ ഉള്ളതിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ മദ്യമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് ഈ മദ്യം മാറ്റിവെച്ചപ്പോ വിശ്വസിക്കുവാൻ തുടങ്ങി ഒരു വലിയ ശക്തിയിൽ. ആ വിശ്വാസത്തിന്റെ ലെവൽ എത്രയാന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അത് സ്വയം വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. ഞാനും അത് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ഡിഗ്രിയിൽ അല്ലെങ്കിൽ എത്ര മാത്രം ഞാൻ അതിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളത്. തൽക്കാലം മദ്യപാനം അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞപ്പോ ഈ പറയുന്ന വലിയ ശക്തിയിലേക്കുള്ള വളർച്ചയും ഒരു പക്ഷേ ചില ആൾക്കാരുടെയൊക്കെ അവിടെ നിന്നിട്ടുണ്ടാവും. എന്നാൽ നമ്മളോട് പറയുന്നത്, ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്, നമ്മൾ ഈ ഒരു ഇതിൽ വളർന്നുകൊണ്ടേയിരിക്കണം. ദൈനംദിനം വളർന്നുകൊണ്ടേയിരിക്കണം. ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ നമ്മൾ ഇന്ന് വീണ്ടും വളരണം. നമ്മുടെ ആത്മീയ ശക്തി, നമ്മുടെ എങ്കിലേ ഈ ആത്മീയ ഉണർവ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ തൽക്കാലം മദ്യത്തിൽ നിന്ന് അങ്ങ് മാറി നിന്നു, മദ്യം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി, വലിയ പ്രശ്നങ്ങളൊന്നും വീട്ടിലില്ലാത്തത് കൊണ്ട് പിന്നെ ഈ ഒരു മേഖലയിലുള്ള ഒരു ശ്രമം അതും ചിലപ്പോൾ വെറും വാക്കുകളിൽ മാത്രമായിട്ട് പോകും. ആക്റ്റീവായിട്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് മുന്നേറാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് നടത്തേണ്ടത്. അപ്പൊ എത്തിച്ചേരേണ്ട ഒരു നില എന്താന്നുള്ള വിവരം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ ഒരു അതിൻ്റെ വാഗ്ദാനങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തി. ഈ വാഗ്ദാനങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഇന്ന് എത്രമാത്രം വളരണം, ഇന്ന് ഞാൻ അതിലെവിടെ നിൽക്കുന്നു,
അല്ലെങ്കിൽ ഇന്ന് ഞാൻ എത്രമാത്രം ഇതിലേക്ക് പോയി എന്താ പറയാ ഉയർന്നു എന്നുള്ളതിനെ കുറിച്ച് വിശകലനം ചെയ്യേണ്ടിയിരിക്കും. ശരിക്കും ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആത്മീയത എന്ന് പറയുന്ന ഒരു ഘടകം നമ്മളുടെ മനസ്സിലാണല്ലോ ഉള്ളത്. മനസ്സ്, അതാണ് പ്രശ്നം. ഇതിനെക്കുറിച്ചാണ് ഏറ്റവും വലിയ സ്റ്റഡി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ മനസ്സിനെ കുറിച്ചാണ്.